Okay, okay, okay. So, just for beginning, ഇത് അഥവാ യൂട്യൂബിൽ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. നമ്മൾ ഇത് നോർമലി ചെയ്യുന്ന പോലെ എന്താ പറയുക, ഒരു ട്രേഡിംഗ് സെഷൻ അല്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ പോലെ ആക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ആർക്കെങ്കിലും അഥവാ എന്തെങ്കിലും ട്രേഡിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാം. ഞാൻ മാത്രം ഇങ്ങനെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ മാത്രം ആൻസർ പറയാം, അങ്ങനത്തെ ഒരു സെഷൻ ആയിട്ടല്ല ഞാൻ വിചാരിക്കുന്നത്. എനിക്കും ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു അറിവ് കിട്ടുകയാണെങ്കിൽ ഞാൻ അതും വെൽക്കം ചെയ്യണം. സോ അത് കൂടെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് സെഷൻ ഉണ്ടാക്കിയത്. ഞായറാഴ്ച അല്ല, എല്ലാവർക്കും ഒഴിവുള്ള ദിവസമല്ലേ എന്ന് കരുതിയിട്ട് ഒരു ജസ്റ്റ് ഒരു നമ്മളെ മലയാളി ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിപ്പം സത്യം പറഞ്ഞാൽ ഗൈസ് ഒരു 5 വർഷത്തിൻ്റെ മുകളിലായി ഞാൻ ഇതിൽ വന്നിട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ സ്ട്രീമിൻ്റെ ഇടയിൽ ഞാൻ പറയാറുണ്ട്, ചിലർ ചോദിക്കാറുണ്ട് എത്ര വർഷമായി ബ്രോ ട്രേഡിങ്ങിലോട്ട് വന്നിട്ട്, ഇപ്പം എങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആയിട്ട് എത്ര കാലമായി, ഇതെല്ലാം അധികം പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ നോർമലി ഇത് സ്ട്രീമിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ ഇത്ര വർഷമായി ഇതിൻ്റെ അകത്ത്. പിന്നെ ഇപ്പം ഞാൻ എത്രത്തോളമായിട്ട് ഇപ്പോൾ 6-7 മാസത്തോളമായിട്ടാണ് ഞാൻ ഇവരെ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് 6-7 മാസത്തോളമായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ട്രേഡിംഗ് ജേണി ഞാൻ ഓൾമോസ്റ്റ് എക്സ്പ്ലെയിൻഡ് ആണ്, എൻ്റെ സ്ട്രീമിൻ്റെ അകത്ത് എല്ലാം എക്സ്പ്ലെയിൻഡ് ആണ്. അപ്പോൾ എനിക്ക് നിങ്ങളിൽ ആരെങ്കിലും, അതായത് ഇതിൽ കാണുന്ന ആരെങ്കിലും 5 വർഷത്തിൽ കൂടുതൽ ട്രേഡിങ്ങിൽ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്, ഓഡിയൻസിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം എന്ത് ജേണിയിലാണ് ഉള്ളതെന്ന് പറയണം. ആയിട്ടില്ല, ഞാൻ ഒരു ഇത് തരാം, ഒരൊറ്റ അവസരം തരാം. ഒരു കാര്യം കൂടെ പറയാനാണ്. എന്താണെന്ന് വെച്ചാൽ മജീദ ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഞാനൊരു അവസരം കൂടെ, ഞാനിപ്പോഴും ആളുകൾ ഒന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. മിക്കവാറും ഇത് 100 പീപ്പിളായി നിൽക്കും, പിന്നെ ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ല. സോ ഗൈസ്, ഇത് ഈ മീറ്റിങ്ങിൻ്റെ മെയിൻ റീസൺ നമ്മൾ ജസ്റ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. അതിൻ്റെ ശേഷം നമുക്കൊരു ലാസ്റ്റത്തെ 10 മിനിറ്റ് നെക്സ്റ്റ് വ്യൂ നോക്കാം. നമുക്ക് ഗോൾഡിൽ ഇനി എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും മാർക്കറ്റ് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഇത് എൻഡ് ചെയ്യാം. സോ ഫസ്റ്റ്ലി എനിക്ക് ഇന്നൊരു ഞാൻ മെസ്സേജ് വന്നത് നോട്ടിഫൈ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചത് എന്താ വെച്ചാൽ, പുള്ളി ഫണ്ടഡ് അക്കൗണ്ട് എടുത്തിരിക്കുകയാണ്. ഫണ്ടഡ് അക്കൗണ്ട് എടുത്തിട്ട് ഇപ്പം റീസെൻറ്റ് ഒരു 6-7 മാസമായിട്ടായി തോന്നുന്നു. അല്ല, എൻ്റെ അടുത്ത് പറഞ്ഞ 4-5 വർഷമായിട്ട് ട്രേഡിങ്ങിലുണ്ട്. പിന്നെ ഇപ്പം ഒരു ലൂപ്പിൻ്റെ അകത്ത് പെട്ട പോലെ ആയിട്ടുണ്ട്. അതായത് പുള്ളി ഫണ്ടഡ് അക്കൗണ്ട് എടുത്തിട്ട് പുള്ളി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് പ്രോഫിറ്റ് ചില സമയത്ത് പ്രോഫിറ്റ് ഇങ്ങനെ എടുക്കുന്നുണ്ട്, പക്ഷേ പാസ്സാവും, പിന്നെ അത് കഴിഞ്ഞാൽ ബ്രീച്ച് ആവുക, അക്കൗണ്ട് ബ്രീച്ചായി പോവുക. എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ, $5,000 പേ ഔട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പുള്ളിയും ഇതേപോലെ, അതായത് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് ഈ സെയിം സംഭവം വരുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ ഇതെന്താണ് ഇതിൻ്റെ റീസൺ. അതായത് ഒരു ലൂപ്പിൽ പെട്ട പോലെ, അതായത് ഇവർ ചില സമയത്ത് ഇവർക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ചില സമയം ഇവരെന്നെ ഇങ്ങനെ ഒരു ലൂപ്പിൽ പെട്ട പോലെ ആയി പോവാന്ന് പറയാം. അപ്പം ഞാൻ ആലോചിച്ചെടുത്തോളം ഇതിൻ്റെ റീസൺ എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ കുറേ ആലോചിച്ചു, ഇത് എന്തുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ തന്നെ കണ്ടെത്തിയ എനിക്കൊരു സംശയം വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് നമ്മൾ ലൂപ്പിൽ വരുന്നതെന്ന്. ഞാൻ ഇതുവരെ ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുമ്പം എൻ്റെ ഇമോഷൻസും ഞാൻ ചെയ്യുന്ന പ്ലാൻസൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നോർമലി മുമ്പെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സെയിം ലൂപ്പിംഗ് എനിക്കുണ്ടായിരുന്നു. അതായത് 5 വർഷമായി ഞാൻ ട്രേഡിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് അക്കൗണ്ട് ഞാൻ ഫസ്റ്റ്ലി ബ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അക്കൗണ്ടിൽ ഗ്രോ ചെയ്തു, അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ ഇമ്മീഡിയറ്റ് ബ്ലോയിങ് ആയിരുന്നു. അതായത് 1-2 ദിവസം കഴിയുമ്പോഴേക്കും അക്കൗണ്ടിന് ഡബിളും ത്രിബിളും ആക്കിയിട്ട് പിന്നെ അത് ബ്ലോ ചെയ്തോളൂ. അങ്ങനെ എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ ചെറിയ ചെറിയ എമൗണ്ട്സ് ആയിട്ട് ഇങ്ങനെ ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം എന്ന് പറഞ്ഞാൽ സ്മാർട്ടായിട്ടാണ് ഞാൻ പ്ലേ ചെയ്തത്. അതൊരു ഒരുപാട് ലോൺ എടുത്തിട്ട് അതിലേക്ക് കൊണ്ടുപോയിടുക, അല്ലെങ്കിൽ വലിയ ഹ്യൂജ് എമൗണ്ട് കൊണ്ടുപോയിടുക ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ചെറിയ ചെറിയ എമൗണ്ട് ഇട്ടിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ലൂപ്പിൽ അതിൽ നിന്ന് മാറിയിട്ട് ഞാൻ സെക്കൻഡ് സ്റ്റേജിലോട്ട് മാറി. ഞാൻ ഈ സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തവണ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം സെക്കൻഡ് സ്റ്റേജിലോട്ട് മാറിയപ്പം അത് നിർബന്ധിതനായതാണ്. കാരണം എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി ഇത് ഭയങ്കര മണ്ടത്തരാണല്ലോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അക്കൗണ്ട് ഇങ്ങനെ എടുക്കുക, അതിങ്ങനെ ബ്ലോ ചെയ്ത് കളയുക. അതിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലോട്ട് വന്നപ്പോൾ ഞാൻ എന്തായി ചെയ്തത്, ഞാൻ ഓട്ടോമാറ്റിക്കലി
നിർബന്ധിതനായി പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് എങ്ങനെങ്കിലും പഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വീഡിയോസ് കാണാൻ തുടങ്ങി കുറേ. അതായത് സ്ട്രാറ്റജീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല പല ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസിൻ്റെ വീഡിയോസ്, ട്രേഡിങ്ങിൻ്റെ ബേസിക് തൊട്ടിട്ടുള്ള വീഡിയോസ് കാണാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ട്രേഡിങ് പഠിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ കുറേ അക്കൗണ്ട് ബ്ലോ ചെയ്തതിൻ്റെ ശേഷം അതിന് ശേഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്ട്രാറ്റജി ഒരു തവണ ബിൽഡ് ചെയ്തതിന് ശേഷം ഈ ഇപ്പോഴേ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രാറ്റജി ബിൽഡ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ പ്രോപ്പറായിട്ട് തീരുമാനിക്കാൻ തുടങ്ങി. ഓക്കെ, ഞാൻ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി എനിക്ക് സ്റ്റിക്ക് ചെയ്തിരിക്കണം. പല സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിൽ നിന്നും മാറി. അതായത് ഒരു ലൂപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ അക്കൗണ്ട് ബ്ലോ ചെയ്ത് കളയാം. ആ ലൂപ്പിൽ നിന്ന് മാറിയിട്ട് അടുത്ത സ്റ്റേജിലോട്ട് വന്നപ്പോൾ അവിടെയും ലൂപ്പായിരുന്നു. അവിടെ എന്ത് ലൂപ്പായിരുന്നു വെച്ചാൽ ഏകദേശം 2-3 വർഷത്തെ ട്രേഡിങ്ങിന് ശേഷമാണ് ഞാൻ അങ്ങനെ ആയി മാറുന്നത്. അപ്പം സ്ട്രാറ്റജി കിട്ടിയിട്ട് പോലും എനിക്ക് പിന്നെയും ഈ സെയിം പ്രശ്നം വരാറുണ്ട്. ഇടയ്ക്ക് ബ്ലോ ആവും, പക്ഷേ വളരെ ടൈം എടുത്തിട്ടാണ് ആവാറ്. അതുകൂടാതെ പല തവണ ഞാൻ വിഡ്രോവൽ ചെയ്യും. പക്ഷേ വിഡ്രോവൽ ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ സപ്പോസ് ഒരു $100 ഒരു $500 എത്തിച്ചെന്ന് കരുതുക. അതിൻ്റെ അകത്തുനിന്ന് ആ സമയത്ത് ഞാൻ എന്തായിരുന്നു ചെയ്യാറെന്ന് വെച്ചാൽ ആ $500 എത്തിയല്ലോ, അപ്പോൾ $500 വിഡ്രോ ചെയ്യും. എന്നിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതാണ് മനസ്സിൽ, ഓക്കെ ഇനി ട്രേഡ് ചെയ്യണം. സ്ട്രാറ്റജി ഒക്കെ വർക്കൗട്ട് ആവാൻ തുടങ്ങി, വിഡ്രോവൽ ചെയ്തല്ലോ. അപ്പം എന്തോ ഒന്ന് സംഭവം എനിക്ക് ട്രിഗറായാൽ മാതിരി തോന്നുന്നു. ഓക്കെ ഇത് ഞാൻ കണ്ടുപിടിച്ചു, ഇതിൽ എന്തോ ഒരു സംഭവം എനിക്ക് ട്രിഗറായി, ഓക്കെ ഇത് വർക്കൗട്ട് ആവുന്നുണ്ട്, ഞാൻ 500 വിഡ്രോ ചെയ്തല്ലോ. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യും, അടുത്ത ഡെപ്പോസിറ്റ് കൊടുക്കും. അപ്പം ആ ഡെപ്പോസിറ്റ് ഞാൻ എന്തായിരിക്കും ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കോൺഫിഡൻസിലായിരിക്കും ചെയ്യുക. അപ്പം വീണ്ടും 100 ആണ് മുമ്പ് ഡെപ്പോസിറ്റ് ചെയ്ത സെയിം ലെവലിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും, സെയിം സ്ട്രാറ്റജി വെച്ചിട്ട് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താവെന്ന് വെച്ചാൽ ഈ 100 വീണ്ടും 600 700 എത്തിച്ചിട്ട് അത് വീണ്ടും പണ്ടത്തെ പോലെ ബ്ലോ ചെയ്തു പോകും. അറിയാതെ നമ്മൾ വാഷ് ഔട്ട് ആവും. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ട് അത് വാഷ് ഔട്ട് ആവും. അങ്ങനെ വാഷ് ഔട്ട് ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ പണ്ട് വിഡ്രോ ചെയ്ത എമൗണ്ട് ഇല്ലായിരുന്നോ, അതിൽ നിന്ന് എടുത്തിട്ടാണല്ലോ 100 ഇടുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ വിചാരിക്കും ഓക്കെ സ്റ്റിൽ ഐ ഹാവ് $400 ലെഫ്റ്റ്. ഈ $400 പഴയ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ അതുകൂടെ ഇതിലോട്ട് ഇമ്മീഡിയറ്റ്ലി ഡെപ്പോസിറ്റ് ചെയ്യും. ബ്ലോ ചെയ്ത് പോയാൽ ആ വാശി തീർക്കാൻ ഇമ്മീഡിയറ്റ്ലി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം നമ്മൾ ആ സ്ട്രാറ്റജി ഉണ്ടാവില്ലേ, ആ ബിൽഡ് ചെയ്ത് വെച്ചേ, അതിന് നമ്മൾ കാറ്റിപ്പറത്തും. അത് കാറ്റിപ്പറത്തിട്ട് വീണ്ടും ട്രേഡ് അവിടെ നിന്നൊക്കെ എങ്കിലും എടുക്കാൻ നോക്കും. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ ആ പഴയ സ്വഭാവമല്ലേ, ആ പഴയ ഒരു ലൂപ്പ് അത് വീണ്ടും ഇങ്ങനെ കയറി വരും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് തെറ്റി വരില്ല, അതേപോലെ ഈ ഒരു സംഭവം നമുക്ക് വീണ്ടും 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് മാറാൻ എനിക്ക് ഒരുപാട് സമയമെടുത്തു. അതാ ഞാൻ പറഞ്ഞ 5 വർഷം. അപ്പം അതിന് ശേഷം എന്തായെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഇതേപോലത്തെ ഒരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ നോർമലി ഞാൻ ചെയ്യാറ് സ്ട്രാറ്റജി ഉണ്ട്, എല്ലാം സെറ്റപ്പൊക്കെ ഓക്കെയാണ്, പക്ഷേ എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഇപ്പോഴും റീസെൻ്റ്ലി പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത സംഭവമാണ്. എനിക്കൊരു വലിയ ലോസ് വന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ക്ലോസ് ചെയ്തു. സിസ്റ്റം അതായത് ആക്സെപ്റ്റ് ചെയ്യുക വേഗം, ഇത് മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്യുക, പെട്ടെന്ന് നേരെ സിസ്റ്റം ക്ലോസ് ചെയ്യുക. നോർമലി ചെയ്യേണ്ടത് ഏറ്റവും ബെസ്റ്റ് പരിപാടി അതാണ്. സിസ്റ്റം ക്ലോസ് ചെയ്യുക, ചാർട്ട് ക്ലോസ് ചെയ്യുക. സിസ്റ്റം കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യണമെന്നല്ല, ചാർട്ട് അറ്റ്ലീസ്റ്റ് ക്ലോസ് ചെയ്യുക ഇമ്മീഡിയറ്റ്. അതായത് നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ പല സ്ഥലത്തുനിന്ന് അനാവശ്യമായിട്ട് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുമ്പോൾ സിസ്റ്റം ക്ലോസ്, അല്ലെങ്കിൽ ആ ട്രേഡിങ് ഇത് ക്ലോസ് ചെയ്യുക, ഇറങ്ങുക, വേറെ എന്തെങ്കിലും സംഭവത്തിലേക്ക് നിങ്ങളെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക, ഇതിലോട്ട് ചിന്തിക്കാതിരിക്കുക, ചാർട്ട് നോക്കാതിരിക്കുക കഴിയുന്നത്, അതാണ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പിന്നെ പല മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അനാവശ്യ ട്രേഡ്സ് എടുക്കുന്നത് നിർത്താൻ തുടങ്ങി. പിന്നെ ഈ 3ാമത്തെ സ്റ്റേജിലോട്ട് പതുക്കെ ഇവോൾവ് ചെയ്യാണ്. അപ്പോൾ ആ ഇവോൾവ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ലൂപ്പ് തന്നെയായിരുന്നു. അതായത് ലൂപ്പിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കായിരുന്നു. പിന്നെ 3ാമത്തെ സ്റ്റേജിൽ പിന്നെ വരാനുള്ളൊരു ചാൻസ്, ഒരു ലൂപ്പും കൂടെ ഉണ്ട്. അതായത് പൈസ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ലൂപ്പ്. അതായത് നമ്മൾ പൈസ എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അത് കോമ്പൗണ്ട് ചെയ്യാൻ എല്ലാവരും പറയും, ഞാനും പ്രീച്ച് ചെയ്യാറുണ്ട് ഇത് കോമ്പൗണ്ട് ചെയ്യണമെന്ന്. എമൗണ്ട് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് പരിപാടി. ട്രേഡിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടി നിങ്ങളെ ക്യാപിറ്റൽ കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ക്യാപിറ്റൽ കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ലൂപ്പുണ്ട്, ആ ലൂപ്പിലും പെട്ടുപോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, എൻ്റെ ക്യാപിറ്റൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ $1,000 നമ്മൾ $10,000 എത്താനായി. അപ്പോൾ ഇതിൻ്റെ അകത്തും ഒരു ലൂപ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ലൂപ്പിൽ ഒരിക്കലും എന്താവരുത്, പെട്ടുപോകരുത്. അതിനുകൊണ്ടാണ്
ഈ ഓരോ മൈൽ സ്റ്റോൺ വെക്കണം എന്ന് പറയും. ഇപ്പം 10,000 എത്തി, അപ്പം ഞാൻ പറഞ്ഞത് എന്താ, ഒരു 2,000 വിഡ്രോ ചെയ്യാം, എന്നിട്ട് പിന്നെ 8,000 എന്ത് ചെയ്യണം, വീണ്ടും അത് കോമ്പൗണ്ട് ചെയ്യാൻ ശ്രമിക്കും. അതൊരു 15,000 വരെയൊക്കെ എത്തിച്ചതിന് ശേഷം പിന്നെ ഒരു 2,000 അല്ലെങ്കിൽ 1,500 അങ്ങനെ എന്തെങ്കിലും ചെറിയ എമൗണ്ട് വീണ്ടും വിഡ്രോ ചെയ്യുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, വീണ്ടും 20,000 ടാർഗറ്റ് ചെയ്യുക. 20,000 എത്തുന്ന സമയത്ത് ചെറിയ എമൗണ്ട് ഇതേപോലെ 3,000 അല്ലെങ്കിൽ 3,500 ഒക്കെ വിഡ്രോ ചെയ്യുക. എന്നിട്ട് ഒരു 25,000 എത്തിക്കുക. ആ സമയത്ത് ചെറിയ എമൗണ്ട് വിഡ്രോ ചെയ്യുക. അപ്പം മൈൽ സ്റ്റോൺസ് വെക്കുക. ആ മൈൽ സ്റ്റോൺസ് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഇത് വിഡ്രോവൽ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. എനിക്ക് ഇന്നൊരു ഉച്ചയ്ക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ സെയിം സംഭവം ഒരു ലൂപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലൂപ്പ് ഞാൻ കണ്ടു. അതായത് ബ്രോ $100 അല്ല $10 എങ്ങനെ, $10-20 എക്സനസിലാണ്. ഓക്കെ, എക്സനസിൻ്റെ അകത്ത് പുള്ളി ഇതേപോലെ ഇട്ടിട്ട് ബിഗിനറായിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 500 സംതിങ് എത്തിയിട്ടുണ്ട്. ആളൊക്കെ ചിലപ്പോൾ ഇതിലുണ്ടാവും. $500 എബോ ഓൾറെഡി എത്തി, $560 എത്തി. അപ്പം ഞാൻ പുള്ളിക്ക് കൊടുത്ത അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാതിരിക്കുക. എമൗണ്ട് കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്യുന്നത് ഭയങ്കര മിസ്റ്റേക്കാണ്. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം ചെറിയ ക്യാപിറ്റലുള്ള സമയത്ത് നിങ്ങൾ എത്രത്തോളം സമയം എടുത്തിട്ടാണ് ഓരോ ട്രേഡ് ചെയ്യുക. അതേപോലെ നിങ്ങളെ ക്ലാസ് സെറ്റപ്പ് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അതായത് ക്ലാസ് സെറ്റപ്പ് മാത്രം നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിലെ കുറഞ്ഞ ഒരു ട്രേഡ് നിങ്ങൾ പഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പം ഈ വക സംഭവങ്ങളെല്ലാം നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പം അക്കൗണ്ട് നമ്മൾ പതുക്കെ ഗ്രോ ചെയ്ത് കൊണ്ടുവന്ന പിന്നെയും അത് പഴയ സ്റ്റേജിലോട്ട് നിങ്ങൾ പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പതുക്കെ ഇതേ ഡിസിപ്ലിനും ഇതേ സ്ട്രാറ്റജീസും ഇതേ സൈക്കോളജിയും ഫോളോ ചെയ്യുക. സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പതുക്കെ പതുക്കെ അത് വീണ്ടും വീണ്ടും ഗ്രോ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താവുമെന്ന് വെച്ചാൽ, ഈവൻ ദോ ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ എടുത്തിട്ട് ചെയ്യുന്ന ആളുകളില്ലേ, അതുകൊണ്ടാണ് ഞാൻ ചില സമയത്ത് പറയാറ്, ഈ ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ ഒരു പ്രശ്നം, നിങ്ങൾ എംപ്ലോയി മൈൻഡ് സെറ്റ് ആയി പോകരുത്. നിങ്ങൾ ഗ്രോ ചെയ്യണം. നിങ്ങളിപ്പോൾ ഒരു ഫണ്ടഡ് അക്കൗണ്ട് 50,000 പാസ്സായി, നിങ്ങൾ അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ തുടങ്ങി, നിങ്ങൾ നെക്സ്റ്റ് ചാലഞ്ച് എടുക്കുക. കാരണം ഫണ്ടഡ് അക്കൗണ്ടിൽ എപ്പോഴും ക്യാപിറ്റൽ ഒരേപോലെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. നിങ്ങൾ പിന്നെ പേ ഔട്ട് ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ചിട്ട് എമൗണ്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട് ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം, നിങ്ങൾ ഈ ലൂപ്പിൽ പെടാതിരിക്കുക. നിങ്ങൾ കോമ്പൗണ്ട് ചെയ്യാൻ ശ്രമിക്കുക. എമൗണ്ട് പതുക്കെ പതുക്കെ എന്ത് ചെയ്യുക, ഇത് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുക. ഫണ്ടഡ് അക്കൗണ്ട് ആണെങ്കിലും ശരി, ഇപ്പം 10K ഫണ്ടഡ് അക്കൗണ്ട് ആണെങ്കിൽ നെക്സ്റ്റ് ചാലഞ്ച് നോക്കുക. ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ നെക്സ്റ്റ് അക്കൗണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഒരു 50K അക്കൗണ്ട് എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ബിഗ് പേ ഔട്ട് അല്ല കിട്ടുക. അത് അങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് കൊണ്ടുപോകുക. അഥവാ ഫണ്ടഡ് അക്കൗണ്ടിൽ മാത്രം ട്രേഡ് ചെയ്യുന്നവരാണ്. റിയൽ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്താണെന്നും എങ്ങനെ അത് മാനേജ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് അവസരം തരാണ്. ആരെങ്കിലും ഇപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 years ഒക്കെ ആയിട്ട് ട്രേഡിങ്ങിലുള്ള ആർക്കെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, ഇതിൽ ചിലപ്പം എന്നെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സും കാണാം. അപ്പോൾ അവരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ ഞാൻ മാത്രം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു അഡ്മിനെ പോലെ ഇരുന്നിട്ട് ഇതിങ്ങനെ സംസാരിക്കണം എന്നൊന്നും എനിക്ക് ഒരു നിർബന്ധമില്ല. സോ ഗൈസ്, ഐ ഗിവ് ഇറ്റ് ടു യു ഓൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യുക. ഓക്കെ, എല്ലാവരും കൂടി ചാടിക്കയറി വന്നിട്ട് സംസാരിക്കരുത്. അവസരങ്ങൾ കൊടുക്കുക എല്ലാവർക്കും. നമുക്ക് സമയമുണ്ട്, ഒരു 3/4 മണിക്കൂറോളം സമയമുണ്ട്. സോ ഗൈസ്, ഐ വെൽക്കം യു ഓൾ ടു സ്പീക്ക്. കേൾക്കുന്നില്ലേ നിങ്ങളെല്ലാവരും? ശ്യാം, യെസ്. ഹലോ ഷെയ്ൻ, കേൾക്കുന്നുണ്ട്. പറഞ്ഞോ. ആക്ച്വലി ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഷെയ്ന്റെ വീഡിയോ കണ്ടു തുടങ്ങിയത്. ജനുവരിയിലെ ഫെബ്രുവരിയിലാണ് തോന്നുന്നു. ഞാൻ ആ സമയത്തിന് തുടങ്ങി, ഒരു 4 മാസമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ട്രേഡിങ്. ഫസ്റ്റ് SIP ആണ് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ട്രേഡിങ് ഭയങ്കര പേടിയുള്ള പരിപാടിയായിരുന്നു. എല്ലാരും പറയും പൈസ പോണ പരിപാടിയാണ്, ചെയ്യരുത് റിസ്ക് ആണെന്ന് എല്ലാരും പറയും. ആ ഒരു പേടി തന്നെയായിരുന്നു. പക്ഷെ ആ വിദ്വിൻ മണി മാർക്കറ്റില് ഒരു 2 ആഴ്ച പോയി ക്ലാസ്സിന് പോയി. 2 ദിവസം. ആ 2 ദിവസം ക്ലാസ്സിൽ പോയപ്പോ ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ ആ കോൺഫിഡൻസിൽ ഒരു 500 ഇട്ടു. പിന്നെ അതിൽ 700 പ്രോഫിറ്റ് ഉണ്ടാക്കി. പിന്നെ അക്കൗണ്ട് ഫുൾ ബ്ലോ ആക്കി. ഏതിലായിരുന്നു ഇട്ടുണ്ടായിരുന്നത്? അല്ലല്ല, ഏത് ഇതിലായിരുന്നു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗോൾഡ് മാത്രം. ഗോൾഡിലാണല്ലോ. ഓക്കെ. അപ്പൊ എന്താ വെച്ചാല് ഒന്നും അറിയില്ല, അതാണ് മെയിൻ കാര്യം.
പിന്നെ അങ്ങനെ പഠിച്ചിങ്ങനെ 4 മാസം കൊണ്ട് ഇങ്ങനെ ഷെയിന്റെ വീഡിയോസും പിന്നെ ബാക്കിയുള്ള ലൈവ് വരുന്ന വീഡിയോസും കണ്ട് സപ്പോർട്ടും ഡിമാൻഡ് കണ്ട് പ്രൈസ് ആക്ഷൻ ഒക്കെ പഠിച്ച് എങ്ങനെ പഠിച്ചാലും നമുക്ക് ഈ ഫേക്ക് ബ്രേക്ക് ഔട്ട് ഒക്കെ വരുന്ന സമയത്ത് കയ്യിൽ പോലോ. അപ്പൊ അങ്ങനെയും കുറെ പൈസ, കുറേന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് $1000-1500 അങ്ങനെ പോയി. പിന്നെ ഇപ്പൊ ബ്രേക്ക് ഈവൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് കുറെ ഡൗട്ടുകൾ വരും. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കും, ഷെയിന് ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോ നമ്മൾ ഒരുമിച്ച് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്കിത് ഞാൻ നാട്ടിൽ വന്നാൽ നമുക്കൊരു മീറ്റപ്പ് വെക്കാം. നമുക്ക് എല്ലാവർക്കും. ഞാൻ ഇവിടെയാണ്, ദുബായിലുണ്ട്. ദുബായിലാണ്? ആണോ? ആ, ഓക്കെ. നമ്മൾ ദുബായിൽ മീറ്റപ്പ് വെക്കാം സൂൺ. നമുക്ക് ശരിക്കും എല്ലാവർക്കും കാണാം. ഇപ്പൊ നമുക്ക് ഈ ഗോൾഡിന്റെ അനാലിസിസ് നമുക്ക് ഡെയിലി ചാർട്ടിന് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിലേ നമുക്ക് വന്നിരിക്കുന്ന സമയത്ത് നല്ല എന്താ പറയാ കൺഫ്ലുവൻസ് ഉള്ള ട്രേഡ് നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമാവല്ലോ. അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ശ്യാം, ഓക്കെ. നമുക്ക് ഇത് സ്ട്രീം എൻഡ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഇത് മീറ്റിംഗ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5-10 മിനിറ്റ്, നമുക്ക് ലാസ്റ്റിലെ 10 മിനിറ്റ് നമുക്ക് അനാലിസിസ് ചെയ്തിട്ട് ഇറങ്ങാം. ഇപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഒരു കാര്യം മനസ്സിലായിട്ടില്ല ഇതിനകത്ത്, കൺസിസ്റ്റൻസി ആണ് ഏറ്റവും വലിയ കാര്യം. സ്ട്രാറ്റജി ഇപ്പൊ നീ എടുക്കുന്ന 0.01 എക്സാക്ട്ലി അത് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആണ്. ഇതിലും വലിയ റിസ്ക് വേറെ റിസ്ക് ലോ ആയിട്ട് ചെയ്യാൻ പറ്റിയ വേറെ ട്രേഡ് ഇല്ല. അപ്പൊ അതിൽ ചെയ്ത് നീ ഒരു -9 പോയ സമയത്ത് അവിടുന്ന് ഒരു ട്രേഡോട് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് അതൊരു 1:1 1:2 കിട്ടും. കറക്റ്റ് പോയിന്റ് അത്. നമ്മള് 0.1 എടുത്തു കഴിഞ്ഞാൽ അത് 10 പോയിന്റ് താഴെ പോയി നേരെ 100 പോണത്. എക്സാക്ട്ലി പിടിക്കാൻ വേണ്ടി 200 പോകും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് 0.0. ഇപ്പൊ നീ 10,000 വരെ 9,000 വരെ ഓൾമോസ്റ്റ് എല്ലാ ട്രേഡും 0.01 എടുത്തുള്ളൂ അല്ലേ? എക്സാക്ട്ലി. അതിലെ ഇത് പറഞ്ഞ ഭയങ്കര പോയിന്റ് ആണ് കേട്ടോ. ബാക്കിയുള്ള എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. നോർമലി നിങ്ങൾ കാണാറുള്ള ട്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ പ്രീച്ച് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നവരോ ഒന്നും ഈ സംഭവങ്ങൾ ചിലപ്പം എന്താ പറയുക എംഫസൈസ് ചെയ്യില്ല അവർ. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, ഇത് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ, നിങ്ങൾ ചെയ്യുന്ന ലോട്ട് സൈസില്ലേ, അത് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ കരുതും ഓക്കെ ഞാൻ 0.01 ഇത്രയും സമയമായിട്ടും വളരെ ചെറിയ പ്രോഫിറ്റിലായിരുന്നു കിട്ടുന്നുള്ളൂ, ഞാൻ എന്നിട്ടും 0.01 തന്നെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ 0.05 വരെ ട്രേഡ് ചെയ്യാറുണ്ട്, 0.5 അല്ലെങ്കിൽ 0.10 വരെ ട്രേഡ് ചെയ്യാറുണ്ട്. പക്ഷെ അതെങ്ങനെയാണ്, കൺഫ്ലുവൻസസ് നോക്കിയിട്ടാണ്. ഇപ്പം നമുക്ക് തോന്നാണ് നല്ല കൺഫ്ലുവൻസ് ആണ് ആ ഏരിയ. നിങ്ങളെ കപ്പാസിറ്റി എത്ര? 0.5 ആണെന്ന് വിചാരിക്കുക. നിങ്ങളെ കപ്പാസിറ്റി നിങ്ങൾക്കറിയാലോ 0.5 ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര റിസ്ക് ആണ്. ഇത്ര പോയിന്റ് താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ എത്ര റിസ്ക് ആണ് വരിക, ഇത്ര പോയിന്റ് മുകളിലോട്ട് പോകുമ്പോൾ എത്ര റിവാർഡാണ് വരിക എന്നുള്ളത് ഐഡിയ വേണം നോർമലി. അപ്പം അങ്ങനെ ഐഡിയ ഉള്ളവർക്ക് ഓൾ ഇൻ വൺസ് പോവാതെ, കാരണം മാർക്കറ്റ് ഈസ് ഓൾ അബൌട്ട് പ്രോബബിലിറ്റി. നിങ്ങൾ എന്തെല്ലാം ഡ്രോയിങ് ചെയ്തിട്ടും കാര്യമില്ല, ചില സമയത്ത് മാർക്കറ്റ് അത് ലിക്വിഡേറ്റ് ചെയ്ത് കളയും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ സേഫ്റ്റിക്ക് കളിക്കുക. അതായത് 0.1 ഒരു സൈഡിൽ നിന്ന് എടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് തോന്നാണ് ഞാൻ ഏർലി എൻട്രി ആണെന്ന് തോന്നുകയാണെങ്കിൽ ആ ഏർലി എൻട്രി നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, സ്മാർട്ടായിരിക്കണം എൻട്രി ചെയ്യുന്നത്. അപ്പം ഓക്കെ, ഞാൻ ഈ എൻട്രി ഇവിടോട്ട് വരാണെങ്കിൽ ഞാൻ ഈ എൻട്രി എക്സിറ്റ് ചെയ്യും. ഇതിൻ്റെ താഴോട്ടേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൽ ഒരു എൻട്രി കൂടെ ഞാൻ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സെയിം ഡയറക്ഷനിലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോൺഫിഡൻസും കൂടെ ബിൽഡാവും. 0.5 ആണ് നിങ്ങളെ കപ്പാസിറ്റി, നിങ്ങൾ എടുക്കുന്ന ട്രേഡ് എത്ര? 0.1 ആൻഡ് 1 മോർ 0.1 ഇവിടെ താഴെ എടുക്കണം. അതായത് താഴെ നിങ്ങൾ വിചാരിക്കുന്ന ഏരിയ ഉണ്ട്, ആ ഏരിയയിലോട്ട് വരുമ്പോൾ ഒന്നും കൂടെ എടുക്കണം. ഒന്ന് ഏർലി എൻട്രിയാണ്, ഒന്ന് ഏറ്റവും ലോയിലെടുത്തു. അതിൻ്റെ ശേഷം പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആവും ഇത് തിരിച്ച് നമ്മളെ ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ. അപ്പം എന്ത് ചെയ്യാം, എൻട്രി വീണ്ടും ബിൽഡ് ചെയ്യാം. അതായത് ഞാൻ ബിൽഡ് ചെയ്യാന്ന് പറയാറില്ലേ, നമ്മൾ പൊസിഷൻ ബിൽഡ് ചെയ്യാന്ന് പറയുന്നത്. അത് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഗ്രോത്ത് ആയിരിക്കും ക്യാപിറ്റലിന്. നിങ്ങൾ പതുക്കെ ക്യാപിറ്റൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ റീസെൻ്റ്ലി എൻ്റെ ട്രേഡും ഇപ്പം ഞാനൊരു റീലിൽ ഷെയർ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് $9,500 എത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും നിങ്ങൾക്ക് കാണാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത ട്രേഡ് എങ്ങനെയായിരുന്നു, 0.5 ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, 0.6 എങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ
രണ്ടെണ്ണം ഏർലി എൻട്രി ആയിരുന്നു. 0.1 ഒരു പൊസിഷനിലുണ്ടായിരുന്നു, അതിൻ്റെ ശേഷം 0.1 വേറൊരു പൊസിഷനിലുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത്. അതിന് ശേഷം താഴെ എനിക്ക് 0.1ൻ്റെ 3 ലോട്ട് ഉണ്ടായിരുന്നു അവിടെ. ആ കറക്റ്റ് ഏരിയയിൽ, അതായത് മാർക്കറ്റ് അവിടെ കിട്ടുകയാണെങ്കിൽ ആ 3 ലോട്ടും എക്സിക്യൂട്ട് ആവും. അത് എക്സിക്യൂട്ട് ആയിട്ട് മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഏറ്റവും മുകളിലുള്ള എൻട്രി ക്ലോസ് ചെയ്തു. എന്തിനാന്ന് വെച്ചാൽ ഇൻ കേസ് മാർക്കറ്റ് താഴോട്ടേക്ക് ലിക്വിഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരെണ്ണം ഏർലി എൻട്രി ആണെന്ന് എനിക്ക് തോന്നിയത്, ഞാൻ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഹോൾഡ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ അത് ക്ലോസ് ചെയ്യുന്നത് അതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ടെലിഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അത് എങ്ങനെയാണ് ക്ലോസ് ചെയ്തത്, അത് മുകളിലോട്ട് പോയിട്ട് എനിക്ക് ഏകദേശം എൻ്റെ മനസ്സിലുള്ളൊരു പോയിന്റ് ഉണ്ട്, ഓക്കെ ഇത്ര പോയിന്റ് കിട്ടിക്കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ കുറച്ച് പ്രോഫിറ്റ് എടുക്കും. ആ പ്രോഫിറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 3 എൻട്രി ഞാൻ അവിടെ ക്ലോസ് ചെയ്തു. പിന്നെയും 2 എൻട്രി ബാക്കിയായിരുന്നു. ആ 2 എൻട്രി എപ്പോഴാണ് ക്ലോസ് ചെയ്ത്, എനിക്ക് തോന്നിയിട്ടുള്ള ലെവലുണ്ട് മാർക്കറ്റ് എവിടുന്ന് റീട്രേസ്മെൻറ്റ് തരും എന്നുള്ളത്, അത് ഏകദേശം മെറ്റിഗേറ്റ് ആയി എന്ന് കാണുമ്പോഴാണ് ഏറ്റവും ലാസ്റ്റ് പൊസിഷൻ വരെ ഞാൻ ക്ലോസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു മെൻറ്റാലിറ്റി ഇല്ലേ, ആ ഒരു ടൈപ്പിൽ നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓൾ ഇൻ വൺസ് പോവാതെ പതുക്കെ ലോട്ട് സൈസ് ആഡ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്യാന്ന് പറയും. അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ഇതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതേപോലെ മാനേജ് ചെയ്യാം. ചില സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ തന്നെ വിചാരിക്കും ഓക്കെ ഗുഡ് ദാറ്റ് ഐ ജസ്റ്റ് ടേക്ക് 0.1, അതായത് ഏറ്റവും ചെറിയ ലോട്ട് സൈസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന എടുത്തതുകൊണ്ട് എന്തായി, അക്കൗണ്ടിലെ ബാലൻസ് നിങ്ങൾക്ക് അത്രയും സേവ് ചെയ്യാൻ പറ്റി. അപ്പം കൺഫ്ലുവൻസ് കൂടുതൽ വരാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഓൾ ഇൻ പോവുക, 0.5ഉം പോവാം, നോ പ്രോബ്ലം. പക്ഷേ ടോപ്പ് കൺഫ്ലുവൻസ് എല്ലാത്തിടത്തോളം പോവാതിരിക്കുക. യെസ് യെസ് ബ്രോ. പിന്നെ നമ്മളെപ്പോഴും ഒരു മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാല് $1 90 rupees ആണ്. അപ്പൊ നമ്മള് ഒരു $10 കിട്ടിയാൽ തന്നെ 1000 റുപ്പി, സത്യം $50 5000 സത്യം. അപ്പൊ ഒരു ദിവസം ഒരു $500 ക്യാപിറ്റൽ ഒരാള്, അല്ല $1000 ക്യാപിറ്റൽ ആളും 30 കിട്ടിയാലും പ്രോഫിറ്റ് ആണ്, 50 കിട്ടിയാലും പ്രോഫിറ്റ് ആണ്. അപ്പൊ അതില് ഇപ്പൊ SL ഇപ്പൊ 2 SL പോയാലും ആവറേജ് ഒരു 30 കിട്ടിയാലും ആള് ചിന്തിക്കേണ്ടത് ആവറേജ് നല്ല പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 500ന്റെ 5%, അല്ലെങ്കിൽ 1000ന്റെ 5%, എക്സാക്ട്ലി അല്ലെങ്കിൽ 10,000ന്റെ 5%. എക്സാക്ട്ലി. അപ്പൊ 5% കിട്ടി കഴിഞ്ഞാൽ തന്നെ പ്രോഫിറ്റ് ആയി. ഓഫ് കോഴ്സ് 10,000 ആള് ചിലപ്പോ 1000 എടുക്കുന്നുണ്ടെങ്കിൽ അവന്റെ 10% 1000 വേണം, അല്ല സോറി എത്ര വേണ്ട, അതെ സത്യം. അതായത് ഞാനിതും പറയാറുണ്ട്, അതായത് എന്താ പറയാ, പൈസനെ റെസ്പെക്ട് ചെയ്യാൻ. 10,000 കിട്ടും, 10,000 ക്യാപിറ്റലാണ് 500 കിട്ടുന്ന റിഗ്രറ്റ് ആണ്, അയ്യോ എനിക്ക് 500 അത്രേ കിട്ടിയിട്ടുള്ളൂ എന്നല്ല. അതാണ് അത്. യെസ് 500 അല്ല 1000 ചിന്തിക്കുന്നത് അവന് കിട്ടിയാൽ മതി, അവൻ 1000 മോഹിക്കാൻ പാടില്ല. അത്രേ ഉള്ളൂ. അതായത് മണി അത് എത്ര ആയാലും അതിനെ റെസ്പെക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ പിഷ്കനാവുന്നത്. അതായത് SL കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ SL ഭയങ്കര പിഷ്കത്തരം ഞാൻ കാണിക്കാറുണ്ട് SL. അതെന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. കാരണം അവിടെ നിന്നൊക്കെ SL എടുത്തിട്ട് പിന്നെ വീണ്ടും എൻ്റെ ഡയറക്ഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾ ഇൻ പോകാറുണ്ട്. അതായത് എൻ്റെ SL എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറുകയാണെന്ന് വിചാരിക്കുക, അതായത് ലിക്വിഡിറ്റി എടുത്തിട്ട് കയറുന്ന അവസരം. ആ സമയത്ത് എനിക്ക് വീണ്ടും ബാക്കിയാണ്, കാരണം ഞാൻ അത്രയും കുറഞ്ഞ SL മാർക്കറ്റിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ, ഓക്കെ ഇത് ലിക്വിഡിറ്റി എടുത്തിട്ട് വീണ്ടും എൻ്റെ ഇതിൻ്റെ ഏരിയൻ്റെ മുകളിലോട്ട് ക്ലോസ് ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, 0.1 0.2 ആണ് അവിടുന്ന് SL കൊടുത്തതെങ്കിൽ 0.5 ഇമ്മീഡിയറ്റ്ലി പോവും. അപ്പം എന്തായെന്ന് വെച്ചാൽ ആ കൊടുത്തിട്ടുള്ള SL അത് വളരെ ചെറുതായിരിക്കും, പക്ഷെ കിട്ടുന്ന എമൗണ്ട് ഇല്ലേ കറക്റ്റ്. അപ്പൊ എന്തായി, നമുക്ക് സേവ് ആയി. നേരെ മറിച്ച് ഓൾ ഇൻ ഞാൻ അവിടുന്ന് പോയിട്ടുണ്ടെങ്കിലോ 0.5 തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി, കംപ്ലീറ്റ് ലിക്വിഡേറ്റ് ആയി, ഞാൻ അതിൻ്റെ ഒരു പാർട്ടായി മാറി. പിന്നെ എനിക്ക് വെടി വെക്കാനുള്ള ഉണ്ടല്ലാതായി, അതായത് കംപ്ലീറ്റ് തീർന്നു. അന്നത്തെ റിസ്ക് അപ്പറ്റേറ്റ് ചിലപ്പോൾ മൊത്തത്തിൽ കഴിയും ആ ഒറ്റ ട്രേഡിൽ. നഹാസിന് എന്തോ പറയാനുണ്ട് തോന്നുന്നു. നഹാസ്. ഞാൻ ഷാം പറഞ്ഞതിനോട് എനിക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ട്രേഡിങ് തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഏഷ്യൻ ടൈം എന്ന് പറഞ്ഞാൽ നൈറ്റ് ഒരു 11 o'clock തൊട്ട് രാവിലെ വരെ ആണല്ലോ. ഞാൻ ആക്ച്വലി ഏഷ്യൻ ടൈമിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ. ഞാനിത് പഠിച്ച ഉടനെ ഉള്ള സമയത്ത്. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ കുറെ യൂട്യൂബ് വീഡിയോസും അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നോക്കി പഠിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പൊ ഞാൻ ചെയ്തിട്ട് എനിക്ക് by the morning I used to make like 5 o'clock ഒക്കെ ആകുമ്പോൾ I used to make 150-160 pounds. Now what I used to, എന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നിട്ട് ഡ്യൂറിങ് ദ ഡേയില് ഞാൻ ഇത്
ഈ ഓവർ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ, അതെ ഞാനത് ഓവർ ട്രേഡ് ചെയ്ത് ആ ഡിസിപ്ലിൻ ആകാണ്ട് ഞാൻ ആ 150 പൗണ്ട് ഐ യൂസ് ടു മേക്ക് എവറി സിംഗിൾ നൈറ്റ് കേട്ടോ. മോസ്റ്റ്ലി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതെല്ലാം മോർണിംഗ് കഴിഞ്ഞിട്ട് ഡേയിൽ ഇരിക്കുമ്പോ ഞാൻ ചെയ്തിട്ട് ഇത് മൊത്തം മൊത്തം പോകും. കളയും. എന്നിട്ട് മേ ബി ഒരു 10 പൗണ്ട് അല്ലെ 20 പൗണ്ട് ലാഭത്തിലോ അല്ലെങ്കിൽ 10-20 പൗണ്ട്സ് നഷ്ടത്തിലോ ആണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇതേ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നു കുറെ ദിവസം. പിന്നെ ഞാനത് നിർത്തി. ഫുൾ പക്ഷെ ടൈം ട്രേഡിങ്ങിലാണോ എന്താ പറയാ, ഇപ്പൊ നഹാസ്? ഫുൾ ടൈം ട്രേഡർ ആണോ? എന്തോ ഫുൾ ടൈം ട്രേഡർ ആണോ? അല്ലല്ല, ഞാനൊരു നേഴ്സാണ്. ഓക്കെ. ഞാൻ നേഴ്സാണ്. അപ്പം ഞാൻ ഇങ്ങനെ നൈറ്റില് ഞാൻ നൈറ്റ് ഡ്യൂട്ടി അല്ല, ഞാൻ അല്ലാണ്ട് തന്നെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഈ പഠിച്ചതിന്റെ ആ ഒരു സമയത്തെ ആവേശത്തിലായിരിക്കാം ഞാൻ നൈറ്റിൽ ഇരുന്ന് ചെയ്യുമായിരുന്നു. ഓക്കെ. നൈറ്റിൽ കുറച്ച് പിള്ളേർ ഉറങ്ങി കഴിയുമ്പോൾ ഞാൻ കുറച്ചു നേരം ഇരുന്ന് ഇങ്ങനെ ചെയ്യാം. അപ്പൊ ആ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഈ സിമ്പിൾ സ്ട്രാറ്റജീസ് ഒക്കെ ആയിരുന്നു. കൈൻഡ് ഓഫ് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി, അതുപോലെ സ്റ്റൊക്കാസ്റ്റിക്സും ഒക്കെ നോക്കി, അങ്ങനെയൊക്കെയുള്ള സിമ്പിൾ സ്ട്രാറ്റജീസ് ഒക്കെ നോക്കിയിട്ടാണ് കുറെയൊക്കെ ഇപ്പൊ ഞാൻ കുറെയൊക്കെ പ്രൈസ് ആക്ഷൻ ഒക്കെ പഠിച്ചു വരുന്നു. പിന്നെ ഇപ്പം ഷഹീൻ മെയിൻ ആയിട്ട് പ്രൈസ് ആക്ഷൻ ആണല്ലോ ചെയ്യുന്നത്. അതെ. അപ്പം അതൊക്കെ നോക്കി, അതും പിന്നെ ഫിബ് റീട്രേസ്മെന്റ്സും ഒക്കെ നോക്കി ഓക്കെ. ഞാൻ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. കൈൻഡ് ഓഫ് പ്രോഫിറ്റ് തന്നെയാണ് ഉള്ളത്. പക്ഷെ ഐ കനോട്ട് സേ എന്താ പറയാ എക്സ്പേർട്ട് ആണെന്നോ അങ്ങനെ മാർക്കറ്റിനെ കുറിച്ച് ഇൻഡെപ്ത് അറിയാവുന്നോ ഒന്നും പറയാനുള്ള ഒന്നുമില്ല. 4 months ഉള്ളൂ. ബട്ട് ഐ ഡിഡ് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം സ്റ്റഡി. അപ്പൊ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി എടുക്കലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് 2 അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഒരെണ്ണം 300 പൗണ്ട്സിനും വേറൊരെണ്ണം 500 പൗണ്ട്സിനും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം ആ 300 പൗണ്ട്സിലുള്ള ആ അക്കൗണ്ട് ഒരു ദിവസം ഞാൻ എടുത്ത ട്രേഡിന്റെ ഡയറക്ഷൻ മാറിപ്പോയി. ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് 2 അടിച്ച് 2 കൂടെ കൂടി 2 ട്രേഡ് ഉണ്ടായിരുന്നു. 2 അടിച്ചത് പോകുന്നവരേക്ക് ഞാൻ നോക്കി നിന്ന് പോയി. അതോടുകൂടി ഞാൻ മര്യാദക്ക് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഇതില് പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ നഹാസ് ഒരു കാര്യം കൂടെ എനിക്ക് റിമൈൻഡ് ചെയ്യിപ്പിച്ചു. എന്താന്ന് വെച്ചാ എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് വന്നത് എനിക്ക് ജസ്റ്റ് അത് മനസ്സിൽ വന്നതാണ്. അതായത് പുള്ളി എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ പുള്ളി ഹെഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ട്രേഡറാണ്, നോർമലി നമ്മളെല്ലാവരും പോലത്തെ ഒരു ട്രേഡറാണ്. പുള്ളീൻ്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടായിരുന്നു പുള്ളി ഫസ്റ്റിൽ ഇതിലോട്ട് വന്നത്. അപ്പം പുള്ളി ഒരു അക്കൗണ്ട് ഹാൻഡ്ലിങ് രീതിയിൽ ആർക്കോ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ട്രേഡിങ് ചെയ്യിപ്പിച്ചു. അങ്ങനെ അതിൽ നിന്ന് പ്രോഫിറ്റ് വന്നു. പിന്നെ അത് ലോസായി, മൊത്തത്തിൽ ബ്ലോ ആയി. അപ്പോൾ പുള്ളി എന്തെങ്കിലും ചെയ്ത് പഠിക്കാമെന്നൊക്കെ വിചാരിച്ച് പുള്ളി ഇതിലോട്ട് ഇറങ്ങി, പൈസ ഇട്ടു. അങ്ങനെ പുള്ളിൻ്റെ അടുത്ത് ഇതേപോലെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ ഹെഡ്ജ് ചെയ്തോ. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ ഗോൾഡിൽ ബൈയിങ് മാത്രം പോകുന്നൊരു സമയം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാലോ, ഗോൾഡ് ബൈയിങ് മാത്രമായിരുന്നു കുറേ കാലങ്ങളോളമായിട്ട്. പിന്നെ ട്രംപിൻ്റെ ഈ പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡ് ഇത് തരാൻ തുടങ്ങിയിട്ടുള്ളത്. അതായത് അൺയൂഷ്വൽ മൂവ്മെൻറ്റ്സ് എല്ലാം. അപ്പം നഹാസ് ഒരു മിനിറ്റ് ഇട്ടോ, ഞാൻ ഇപ്പം അവസരം തരാം. സുഹാസ് മാക്സ്. സോ അതായത് പുള്ളി പറഞ്ഞത് എന്താ വെച്ചാൽ 16 ലോട്ട് 0.1ൻ്റെ 16 മുകളിലോട്ടും ബൈങ്ങിലോട്ടും 16 താഴോട്ടേക്കും ഉള്ളത് ഹെഡ്ജായിട്ട് വെച്ചിരിക്കുകയാണ്. അത് എവിടെ നിന്നാണെന്നറിയോ? ഏറ്റവും ടോപ്പിൽ നിന്നാണ് 16 ലോട്ട് കിടക്കുന്നത് ഗോൾഡിൻ്റെ ടോപ്പിൽ ഉള്ള സമയത്ത്. പിന്നെ ലോയിലുള്ള സമയത്താണ് 16 ലോട്ട് ലോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് പുള്ളി എവിടെ നിന്ന് ഇത് കട്ട് ചെയ്യും? അപ്പോൾ പുള്ളി ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറയണ എന്താ പറയുക, എൻ്റെ അടുത്ത് പറഞ്ഞ ബ്രോ എനിക്ക് സത്യം പറഞ്ഞപ്പോഴാണ് കണ്ണ് തുറന്നത്. കാരണം ഞാൻ ചെയ്തത് മിസ്റ്റേക്ക് ആണെന്നുള്ളത്. കാരണം ഹെഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് നോർമലി ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ വേറെ മാർക്കറ്റിൽ നോർമലി ഹെഡ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അതായത് ഇതിൽ തെറ്റിദ്ധാരണ ഉള്ളവർ ജസ്റ്റ് ഇത് മാറ്റുക മൈൻഡിൽ. ഓക്കെ, ഗോൾഡ് മൂവ്മെൻറ്റ് ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു അറിയാതെ ബൈയിങ് എടുത്തു, അതിൻ്റെ ശേഷം അത് താഴോട്ടേക്ക് വരുമ്പോൾ നമുക്ക് തോന്നാണ് ഇത് സെല്ലിങ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് സെല്ലെടുത്ത് ഹെഡ്ജ് ചെയ്യുന്നതല്ല ശരിക്കുള്ള ഹെഡ്ജിങ്. ഹെഡ്ജിങ് എന്ന് പറയുന്നത് നോർമൽ സിനാരിയോയിൽ മാർക്കറ്റിൽ എല്ലാവരും എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം വേറെ ഏതെങ്കിലും സ്റ്റോക്ക് നിങ്ങൾക്ക് ഉണ്ട്, ഒരു പെട്രോളിയത്തിൻ്റെ സ്റ്റോക്ക്, ഓയിലിൻ്റെ സ്റ്റോക്കാണ്. അപ്പോൾ ആ ഓയിലിൻ്റെ സ്റ്റോക്കിൽ നിങ്ങൾ ബൈയിങ്ങിലാണ്. ഓയിൽ ഇടിയുമ്പം ഏത് സ്റ്റോക്കാണോ മുകളിലോട്ട് പോകാൻ ചാൻസ് ഉള്ളത് ആ സ്റ്റോക്ക് എടുത്തിട്ട് നിങ്ങൾ ബൈയിങ് ചെയ്യാണ്. അതാണ് ശരിക്കും ഹെഡ്ജിങ്. കാരണം ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് ലോസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് കാണുമ്പോൾ അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള വേറൊരു ഓപ്പോസിറ്റ് മാർക്കറ്റിലുള്ള ഒരു അസറ്റ് നിങ്ങൾ ഹെഡ്ജ് ചെയ്യാണ്. അത് ഹെഡ്ജ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണം താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റേത് അതിന് വാല്യൂ കൂടും. അപ്പം ആ മാർക്കറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ അതിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും.
അതാണ് റിയൽ ഹെഡ്ജിങ് ഗൈസ്. ഇത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് നേരെ കൊണ്ടിട്ട് ഇതിൽ കൊണ്ടിട്ട് എൻ്റെ സ്ട്രീമിൻ്റെ അകത്ത് തന്നെ ചിലർ പറയാറുണ്ട്, ഞാനിങ്ങനെ ബൈങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രോ അത് സെല്ല് വരാൻ ചാൻസ് ഉണ്ട്, ഹെഡ്ജ് ചെയ്യുന്നു. അതെങ്ങനെ ഹെഡ്ജ് ചെയ്തിട്ട് എവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്യും? അത് പ്രോപ്പർ അല്ല. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഹെഡ്ജിങ്. ഞാൻ മുമ്പൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്, ഇത് ഗോൾഡിൻ്റെ അകത്ത് തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഹെഡ്ജ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഹെഡ്ജ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സൈക്കോളജി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവും ഗൈസ്. അതാണ് ഞാൻ അതിന് നിൽക്കാത്തത്. നമ്മളെ ആരോ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ആരായിരുന്നു? നഹാസ് യെസ്, നഹാസ് ഇബ്രാഹിം അല്ലായിരുന്നു, നഹാസ് അല്ല, നമ്മളെ സുഹാസോ ആരാരോ ഒരു ഡൗട്ട് കൈ പൊന്തിച്ചിരുന്നു. ജസ്റ്റ് ഫീൽ ഫ്രീ ടു സ്പീക്ക് ബ്രോ. ഷെബിനാണോ ആരായിരുന്നു? ആർക്കെങ്കിലും വേറെ സംശയങ്ങളുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു സേ ഇറ്റ്. നമ്മൾ ഇത് കഴിഞ്ഞാൽ ഒരു എസ്റ്റിമേഷൻ ചെയ്തിട്ട് ഷെഹിന്റെ മറ്റ് വീഡിയോസ് അവൈലബിൾ അല്ലേ വാച്ച് ചെയ്യാൻ ബാക്കിയുള്ളത്? എല്ലാം അവൈലബിൾ ആണ് ബ്രോ. അതായത് എൻ്റെ ഈവൻ ദോ നമ്മൾ മുമ്പ് സ്ട്രീം, അതായത് മുമ്പ് നമ്മൾ ഇതേപോലെ ജിമീറ്റ് പോയിട്ടുണ്ടായിരുന്നു, അതും അവൈലബിൾ ആണ്. അതേപോലെ എല്ലാ ലൈവിൽ പോയിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ്. കുറച്ച് ബോറിംഗ് ആയിരിക്കുന്നുള്ളൂ, കാരണം ഞാനിത് റോ വീഡിയോ ആണ് കംപ്ലീറ്റ് ഇതിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്, അതായത് ഒരു എഡിറ്റും ചെയ്യാതെ. അത് കുഴപ്പമില്ല. എനിക്ക് പ്രൈസ് ആക്ഷൻ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആകും. എല്ലാം തന്നെ ക്ലിയർ ആകാനുണ്ടാകും. ഓക്കെ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കുറച്ചുകൂടെ എനിക്ക് പ്രൈസ് ആക്ഷൻസ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുണ്ട്. അതാണ് ശരിക്കും. അത് മാത്രമല്ല ബാക്കി കുറെ പഠിക്കാനുണ്ടെന്നല്ലേ ഉദ്ദേശിച്ച്. പ്രൈസ് ആക്ഷൻ ഒന്ന് മാസ്റ്റർ ചെയ്യണം എന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി കീപ്പ് ചെയ്ത് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ആക്ഷൻ എങ്ങനെയും ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രൈസ് ആക്ഷൻ ക്ലിയർലി വർക്ക്ഔട്ട് ആവുന്ന സാധനമാണല്ലോ നമ്മളിപ്പം വെച്ചിട്ടേ അതായത് എല്ലാ സ്ട്രാറ്റജീസും ശരിക്കും അതെല്ലാം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അനുഭവമാണ്, 5 വർഷത്തെ അനുഭവമാണ്, ഇതിൻ്റെ എല്ലാത്തിനും മുകളിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എല്ലാത്തിനും മുകളിൽ നമുക്ക് വെക്കാൻ പറ്റും പ്രൈസ് ആക്ഷൻ. അതായത് എല്ലാ സ്ട്രാറ്റജീൻ്റെയും തലതൊട്ടപ്പൻ, എല്ലാത്തിൻ്റെയും മുകളിൽ രാജാവിനെ പോലെ ഇരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു ലെവലിലാണ് പ്രൈസ് ആക്ഷൻ ഇരിക്കുന്നത്. കാരണം അത് റിയൽ സംഭവമാണ്. അതായത് പ്രൈസ് ആക്ഷൻ ബ്രീത്തിങ് പോലെയാണ് മാർക്കറ്റിൻ്റെ. അത് നിങ്ങൾക്ക് നല്ല ശരിക്കും മാർക്കറ്റ് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാവും. ചെറിയ ടൈം ഫ്രെയിം തൊട്ടിട്ട് വലിയ ടൈം ഫ്രെയിം വരെ പ്രൈസ് ആക്ഷനിലുള്ള മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ എപ്പോഴും തന്നുകൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന സംഭവങ്ങളാണ് ബാക്കിയെല്ലാം. ഫിബൊനാച്ചിയും ബാക്കി ലെവൽസും ബ്രേക്ക് ഔട്ടും ട്രെൻഡ് ലൈൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. സുഹാസ് മാക്സ് എന്താ ചോദിക്കാനുള്ള ചോദിച്ചോ ബ്രോ? ആ ബ്രോ, ബ്രോന്റെ ചാനൽ ഞാൻ റീസെന്റ് കണ്ടത്, അതായത് ഒരു ഏകദേശം ഒരാഴ്ച മുമ്പ്. ഓക്കെ. സത്യം പറയാ ഈ 10 to 14 സത്യത്തില് എന്താ പറയാ, എനിക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള റിയലി മനസ്സിലായി. പിന്നെ ഓരോ ബ്രോന്റെ ഓരോ വിദ്യ കണ്ടപ്പോ മനസ്സിലായി പിന്നെ കറക്റ്റ് സംഭവങ്ങൾ. പക്ഷെ എന്റെ ചോദ്യം, ബ്രോ ഈ ലെവലിക്ക് എത്ര സമയം എടുക്കും? 5 years ശരിക്കും ഒരു ബ്രേക്ക് ഈവൺ ആകാൻ എത്ര സമയം എടുക്കും? ശരി, ഫസ്റ്റിലെ 3 year സത്യം പറഞ്ഞാൽ ഞാനൊരു അമേച്ചർ ലെവലിലായിരുന്നു. ഫസ്റ്റിലെ 3 year മാർക്കറ്റിൽ പൈസ ഇടാൻ നമ്മൾ ഈ നമ്മളെ ആൻഡ്രൂ ടേറ്റ് ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഇല്ല, അവരെ ലക്ഷറി കാർ അത് ഇത് ഭയങ്കര സെറ്റപ്പ്, ഇത് കണ്ടിട്ട് എല്ലാവരെയും പോലെ ഞാനും പെട്ടെന്ന് ഈ പൈസൻ്റെ വീഡിയോസ് കാണുമ്പോഴാണ് ഇതിലോട്ട് വരുന്നത്. അപ്പം ധാരണ അതിന് മാത്രം ഒന്നുമില്ല. ഇത് ഇങ്ങനെ ക്യാൻഡിൽ വൈറ്റ് അല്ല ഗ്രീൻ കാണുമ്പോൾ വേഗം അങ്ങോട്ട് ബൈ അടിക്കുക, റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ സെല്ലടിച്ചിട്ട് നോക്കിയിട്ട് അങ്ങനെയാണ് ട്രേഡിങ്ങിലിട്ട് വരുന്നത്. പക്ഷേ ആ സമയത്ത് എനിക്ക് മാർക്കറ്റ് തന്നിട്ടുള്ള എന്തായിരുന്നു, ഡോപ്പമിൻ ആയിരുന്നു. ഓക്കെ ഇത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണെന്ന് തോന്നി. അപ്പം നമ്മൾ വീണ്ടും പോവാണ്. അതായത് ഓക്കെ ഇതിൽ പറ്റുന്നുണ്ട്, എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലെസണാണ്. മാർക്കറ്റ് ബിഗിനേഴ്സിന് കൊടുക്കുന്ന ഈ താറാവിനും കോഴികൾക്കൊക്കെ നമ്മൾ വിത്തിട്ട് കൊടുക്കൂലേ, അതേമാതിരി മാർക്കറ്റ് ബിഗിനേഴ്സിന് ഇങ്ങനെ വിത്തിട്ട് കൊടുക്കും. അത് ഭയങ്കര, അതായത് എൻ്റെ അഭിപ്രായത്തിൽ ബിഗിനേഴ്സിന് മാർക്കറ്റ് ലോസ് കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അതായത് വന്ന ഉടനെ തന്നെ അവർക്ക് ആ അക്കൗണ്ട്, ഇപ്പോൾ ചെറിയ അക്കൗണ്ടിലാണ് ബിഗിനേഴ്സ് എല്ലാവരും വരാം, ചെറിയ എമൗണ്ട് അതായത് ഫസ്റ്റായിട്ട് മാർക്കറ്റിലോട്ട് വരുമ്പോൾ അവർ എപ്പോഴും ചെറിയ എമൗണ്ടാണ് ഇടുക. അപ്പോൾ ആ ചെറിയ എമൗണ്ട് ഇട്ട പാടന്നെ മാർക്കറ്റ് അങ്ങോട്ട് അത് ബ്ലോ ചെയ്യിപ്പിച്ച് കളഞ്ഞാൽ അത്രയും നല്ലതാണ് അവർക്ക്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ചെറിയ എമൗണ്ട് ഏറ്റവും മാർക്കറ്റ് ഈ വിത്തിട്ട് കൊടുത്തിട്ട് കോഴിക്കളെ ഇൻവൈറ്റ് ചെയ്ത് അതിനെ പിടിച്ച് അറുത്ത് കളയുന്ന പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുത്തത് അവർ ടോപ്പപ്പ് ചെയ്യും. അതായത്
ഓക്കെ, ഇത് എനിക്ക് $10 അല്ലെങ്കിൽ $100 ഒറ്റയടിക്ക് ഞാൻ ഇന്ന് ഒരു ദിവസം കൊണ്ട് $500 എത്തിച്ച് ബ്രോ, ഭയങ്കര എക്സൈറ്റഡ് ആവും. അതായത് ഒന്നും അറിയില്ല മാർക്കറ്റിനെ പറ്റി. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് പൈസ, ഒക്കെ നാളെ ഞാനിതൊരു $10,000 ഇതിലോട്ട് ഇട്ടിട്ട് ഇത് ഒന്ന് ഞാൻ ശരിയാക്കി എടുക്കും, ഞാൻ എന്തായാലും ഒരു ജോലി ഒഴിവാക്കണം, ഇനി ഇത് ജോലിക്ക് ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിലങ്ങോട്ടേക്ക് ഇൻവോൾവ് ആവും കംപ്ലീറ്റ്. ഇങ്ങനെയുള്ള ആളുകളെ എനിക്ക് അറിയാം ഗൈസ്. സോ അത് കംപ്ലീറ്റ് കില്ല് ചെയ്ത് കളയും അവരെ ലൈഫിലെ ഇത്രയും സമയത്തിലുള്ള അവരെ ഭയങ്കര ലൈഫാണ് അവർ കൊടുക്കുന്നത്. അതായത് മെൻ്റലി ഫ്രസ്ട്രേറ്റഡ് ആവും, ലൈഫിൽ ഉണ്ടാക്കി വെച്ച എല്ലാ സമ്പാദ്യം പോവും, പിന്നെ അതുകൂടാതെ ഡെപ്റ്റിലോട്ട് വീഴും. അതൊരു കുഴിയാണ്, ആ കുഴിയിലോട്ട് ഇമ്മീഡിയറ്റ്ലി വീണു പോകും. അത് കൊടുക്കാതിരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ആർക്കും ഇങ്ങനൊരു അവസ്ഥ കൊടുക്കാതിരിക്കട്ടെ, മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോഫിറ്റ് കൊടുക്കാതിരിക്കട്ടെ. ബിഗിനേഴ്സിന് ഫസ്റ്റ് തന്നെ മാർക്കറ്റ് എന്തെങ്കിലും ഒരു ലോസ് അടുപ്പിച്ചിട്ട് അവരെ ആ ഇമോഷണലി അപ്പം തന്നെ അങ്ങോട്ടേക്ക് ട്രിഗർ ആക്കി കളയണം. ഓക്കെ, ഇത് പഠിക്കാതെ ഇതിലോട്ട് വരരുത്, പഠിച്ചിട്ട് മാത്രം ഇതിലോട്ട് വന്നിരുന്നാൽ മതി എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ പഠിക്കാതെ വന്നിരുന്ന സ്റ്റേജ് എനിക്കുണ്ടായിരുന്നു. 3 വർഷം എടുത്തു അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ശേഷം പിന്നെ ലൂപ്പിൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു ലൂപ്പിലായിരുന്നു ഞാൻ. ഇതേപോലെ സ്ട്രാറ്റജീസ് ലേണിംഗ് ലൂപ്പിൽ കുറേ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഈ സ്ട്രാറ്റജി ഒക്കെ വെച്ചിട്ടും സൈക്കോളജി ക്ലിയർ ആവാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സൈക്കോളജി ക്ലിയർ ആയതിൻ്റെ ശേഷം പിന്നെയാണ് പ്രോഫിറ്റ് ഇതായി തുടങ്ങുന്നത്. അതായത് സത്യം പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യില്ല, അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങൾ മെഡിറ്റേഷൻ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. നിങ്ങൾ കുറച്ച് സമയം എല്ലാ ഡിസ്ട്രാക്ഷനും ഒഴിവായിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾ കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ മൈൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സൈക്കോളജി ഇതിലോട്ട് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട്, അതായത് മണി എന്ന് പറയുന്ന സംഭവം ഒരു മായ എന്ന് പറയില്ല, അതേമാതിരി അതൊരു മായയാണ്. അപ്പം ഈ പ്രോസസ്സിലോട്ട് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഈ പൈസ എന്ന് പറയുന്ന സംഭവം നമ്മളെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ പ്രോസസ്സിലോട്ട് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഭയങ്കരമായിട്ട് നമ്മളെ ട്രെയിൻഡ് ആവണം. അപ്പോൾ അതിന് സൈക്കോളജിയാണ് നമ്മളെ മെയിൻ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഈ മീറ്റിംഗ് റെക്കോർഡിംഗ് ഉണ്ടാവും ബ്രോ, ഷാബിൻ ബ്രോ, റെക്കോർഡിംഗ് ഉണ്ടാവും. റെക്കോർഡിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്. സോ അഥവാ ഓക്കെ, ഇനി നമുക്ക് ഏകദേശം ഒരു 10-20 മിനിറ്റേ ഉണ്ടാവുള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ലാസ്റ്റ് വീക്കിൽ ഒരു കാര്യം പറയാം. ലാസ്റ്റ് ഡേ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 4693 ക്ലോസ് ചെയ്ത് 4708, ഹൈ വന്ന് 4739, ലോ വന്ന് 4658. അപ്പൊ നമ്മൾ 1 ഡേ ചാർട്ട് എടുത്തിട്ട് പിന്നെ 4 അവർ നോക്കി, പിന്നെ 50 മിനിറ്റ്സിന്റെ കൺഫർമേഷൻ നോക്കി, പിന്നെ 5 മിനിറ്റ്സ് നോക്കി, പിന്നെ 1 മിനിറ്റ് നോക്കിയിട്ടല്ലേ നമ്മൾ. ഞാൻ 1 മിനിറ്റ് ഞാൻ അത്ര റെക്കമെൻഡ് അല്ല, പക്ഷെ 1 മിനിറ്റ് പ്രിസിഷൻ പോയിന്റ് കിട്ടാൻ വേണ്ടിട്ട് നോക്കാം. ഓ യെസ് 1 മിനിറ്റ് നോക്കാം. ഓക്കെ, അതല്ലേ ശരിക്കും ഒരു കൺഫർമേഷൻ ഞാൻ പറഞ്ഞത്. 1 ഡേ ക്യാൻഡില് അല്ല, 1 ഡേ തൊട്ട് നമ്മൾ നോക്കിയിട്ട് 50 മിനിറ്റ്സ് നോക്കിയിട്ടല്ലേ ട്രേഡ് എപ്പോഴും. നോർമലി ഇപ്പം ചെറിയ സ്കാൽപ്പിംഗ് മാത്രം ചെയ്തിട്ട് ഇറങ്ങുന്ന ഓരോരുത്തരുടെ ട്രേഡിങ് രീതി പല ടൈപ്പിലായിരിക്കില്ലേ. ഇപ്പം ചിലർ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു ഇവരെ ട്രേഡിങ് സ്റ്റൈൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇവരിപ്പോൾ എൻ്റെ അടുത്ത് ഇതിങ്ങനെ ചോദിച്ച് ഞാൻ എൻ്റെ ട്രേഡിങ് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എൻ്റെ പെർസ്പെക്ഷൻ ഉണ്ട് ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള. അതിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അവർ ചിലപ്പം എടുക്കുന്നത് വേറെ രീതിയിലായിരിക്കും. ഇപ്പോൾ എല്ലാ ട്രേഡേഴ്സും പല ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റി ആയിരിക്കും, ടൈപ്പ് ഓഫ് അവരുടെ സൈക്കോളജി വേറെ ആയിരിക്കും. ഇപ്പോൾ ശ്യാമിൻ്റെ പോലത്തെ മൈൻഡ് സെറ്റ് ആയിരിക്കില്ല നഹാസിൻ്റെ പോലത്തെ മൈൻഡ് സെറ്റ് ആയിരിക്കില്ല എനിക്ക്, സുഹാസിന് വേറെ ആയിരിക്കും, നൗഫലിന് വേറെ ആയിരിക്കും, ജോമോന് വേറെ ആയിരിക്കും, പലർക്കും ഫ്രാൻസിസിന് വേറെ ആയിരിക്കും. അപ്പോൾ പല ടൈപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ടാവും. ചില ആളുകൾക്ക് ഒരുപാട് സമയം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാനുള്ള സമയമുള്ള ആളുകൾക്ക് ഉണ്ടാവും. ചില ആളുകൾക്ക് എങ്ങനെ ഫാമിലി ടൈം, ജോലി ടൈം, ഇതിൻ്റെ ഒക്കെ ഇടയിൽ വളരെ ചെറിയ സമയം മാത്രമേ അവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ അപ്രോച്ച് ചെയ്യേണ്ടത് വേറെ രീതിയിലാണ്. ഇതെന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം ശ്യാം പറഞ്ഞില്ലേ 1 ഡേ ക്യാൻഡിൽ നോക്കാം, അതിൻ്റെ ശേഷം 4 അവർ ക്യാൻഡിൽ നോക്കാം, അതിൻ്റെ ശേഷം 1 അവറും അല്ലെങ്കിൽ അതിൻ്റെ ലോവർ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ നോക്കിയിട്ട് പിന്നെ 15 മിനിറ്റിൽ എന്താ നടക്കുന്നത് നോക്കാം. 15 മിനിറ്റിൽ നടക്കുന്നതിനനുസരിച്ചിട്ട് 5 മിനിറ്റിൽ അത് ബയസ്നെസ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം 5 മിനിറ്റിലോ അല്ലെങ്കിൽ 1 മിനിറ്റിൽ പോയിട്ട് എൻട്രി നോക്കാം. ഈ എൻട്രി നോക്കുക എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഈ വലിയ ടൈം ഫ്രെയിം തൊട്ടിട്ട് ഇതെല്ലാം അനാലിസിസ് ചെയ്ത് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരുപാട് ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും.
എൻട്രിക്ക്. ഇതൊന്നും ചിലപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ആൾക്കാർക്കുണ്ടല്ലോ, ഈ സമയം വളരെ കുറവാണ് ഇരിക്കാൻ ഇതിൽ, അവർക്കൊന്നും ചിലപ്പോൾ ഈ ടൈപ്പിൽ ഇരിക്കാൻ പറ്റത്തുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേറെ ടൈപ്പ് ഓഫ് മെത്തഡോളജി ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇപ്പം നിങ്ങളൊരു ടൈം 1 ഹവറാണ് ഡെയിലി കൊടുക്കാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ 1 ഹവർ സമയം എടുക്കുമ്പോൾ ആ 1 ഹവറിലുള്ള ഒരു ബയസ്നെസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതായത് ഓക്കെ, ഡെയിലിയിൽ ഇങ്ങനെയാണ് ബയസ്നെസ് ഉണ്ടാക്കാം, ഡെയിലിയിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ എംഫസൈസ് ചെയ്യേണ്ടത് ഒരു മണിക്കൂറിൽ നടക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽ ഇങ്ങനെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ലെവലിലാണ് ഇവിടെ നിന്ന് ഈ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനാണ് ചാൻസ് എന്ന് കരുതുക. അപ്പോൾ ആ ഒരു മണിക്കൂർ നെക്സ്റ്റ് 1 ഹവറിന് എന്താ ചാൻസ്, അവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് കുറച്ചെങ്കിലും റീട്രേസ്മെൻറ്റ് ചെയ്യുന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അവർ 15 മിനിറ്റ് 5 മിനിറ്റ് പോയിട്ട് ആ റീട്രേസ്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് ട്രൈ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു എൻട്രിയാണ് അവർ ഡെയിലി ചെയ്യാറ്, അല്ലെങ്കിൽ 2 എൻട്രിയാണ് ചെയ്യാനെങ്കിൽ ഒരെണ്ണം SL പോയാലും ഒരെണ്ണം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ആ ലെവലിൽ നിന്ന് റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, എൻട്രി ചെയ്യാം. അപ്പോൾ അവരെ സ്ട്രാറ്റജിയും കംപ്ലീറ്റ് അവരെ സൈക്കോളജിയൊക്കെ എന്താണെന്ന് പറയുക ആ 1 ഹവറിൽ മാത്രം ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഓവറോൾ പറയുമ്പോൾ ശ്യാം ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഹയർ ടൈം ഫ്രെയിം തൊട്ടിട്ട് ലോവർ ടൈം ഫ്രെയിമിലോട്ട് വന്നിട്ട് വേണം ഒരു ബയസ്നെസ് ഉണ്ടാക്കാൻ. അതിന് ശേഷം വേണം നമ്മൾ ട്രേഡ് പഞ്ച് ചെയ്യാൻ. യെസ്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഷഹീന? ആ പറ. ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ ബയസ്നെസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം 1 ഡേ നമ്മളിപ്പം നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്തിട്ട് 1 ഡേ 4 hourly അതുപോലെ 1 hourly and 30 minutes 50 minutes ഇതെല്ലാം അലൈൻ ചെയ്യണം. എന്താ പറയാ, വണ്ടിയിൽ അലൈൻ ചെയ്തിട്ടാൽ മതി. ഓപ്പണും ലോയും, ഓപ്പൺ ലോ ഹൈ ലോ, സോറി ഓപ്പൺ ക്ലോസ് ഹൈ ലോ, ഈ 4 ഡ്രോ ചെയ്തിട്ട് കഴിഞ്ഞാൽ 15ലും 30ലും 5ലും എല്ലാം കാണാൻ പറ്റില്ല. ഞാൻ ചോദിച്ചത് ഈ ടൈം ഫ്രെയിമിലെല്ലാം ഇതെല്ലാം ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്താൽ മാത്രമാണോ, അങ്ങനെ ഒരു ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാറുള്ളൂ, അതോ? അല്ല, അതായത് ഇപ്പം നഹാസ് ഇപ്പം ബയസ്നെസ് ഉണ്ടാക്കുന്നത്, സപ്പോസ് ഞാൻ ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഫ്ലെക്സിബിൾ ആണ്. എൻ്റെ ട്രേഡ് എല്ലാം സിസ്റ്റം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഈവൻ ദോ എൻ്റെ ബയസ്നെസ് ചില ദിവസം ബൈങ്ങിലോട്ടായിരിക്കും. നിങ്ങൾ കാണാറുണ്ട് ഞാൻ ബൈങ്ങിലോട്ടുള്ള ദിവസം സെല്ലിങ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ബ്രോ സെല്ലിങ് പോവല്ലേ എന്ന് പറയും. അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയോ, ആ സെല്ലിങ് പോവാനുള്ളൊരു വിഷയം, ഒരു സംഭവം നമ്മൾ കാണാണ് മാർക്കറ്റിൽ 15 മിനിറ്റിൽ ഇത് ഹൈ പോവാനാണ് ചാൻസ്. പക്ഷേ ആ 15 മിനിറ്റിൻ്റെ മാക്സിമം ഹൈ സ്ട്രെങ്ത്തിലോട്ട് എത്തിയിട്ടുണ്ടാവും മാർക്കറ്റ്. എന്നിട്ട് റീട്രേസ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് കരുതുക. ആ 15 മിനിറ്റിൻ്റെ അകത്ത് അവിടെ എത്തിയിട്ട് അപ്പോൾ 5 മിനിറ്റിൽ നമ്മൾ കാണുകയാണ് ക്യാൻഡിൽ മൂവ്മെൻറ്റ് സ്ട്രെങ്ത്ത് കുറയാണ്, ബൈയിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞ് വന്ന് ക്യാൻഡിൽസിൻ്റെ നമുക്ക് ഏകദേശം അതാണ് ഞാൻ പറയാറുണ്ട്, ബ്രീത്തിങ് നിങ്ങൾക്ക് മനസ്സിലാവണം. ക്യാൻഡിൽ കാണുമ്പോൾ ഒരു ഹൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. നല്ല സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് മാറി അത് വളരെ സ്ട്രെങ്ത്ത് കുറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ബയേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് കുറയാണ്, അവർ ഇൻട്രസ്റ്റ് കുറയാണ്. ബയേഴ്സ് ഇനി ഇത് ഭയങ്കര കൂടുതൽ പ്രൈസായി, അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുക എന്താ, കുറച്ചുകൂടെ കുറയട്ടെ, അല്ലെങ്കിൽ അവരവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ആ സമയത്ത് പോയിട്ട് നമ്മൾ ബൈ ചെയ്യാതിരിക്കുക. ബൈയിങ് ആയിരിക്കും ഓവറോൾ ചെയ്യേണ്ടത്, ബൈയിങ് ഏരിയ ആയിരിക്കും, ബൈയിങ് മാർക്കറ്റ് ആയിരിക്കും. പക്ഷേ പ്രൈസ് ആക്ഷൻ പ്രകാരം ഓൾറെഡി സ്ട്രെച്ചായി മാർക്കറ്റ്, ഒരു ഏരിയയിൽ നിന്ന് സ്ട്രെച്ചായി മുകളിലോട്ട് വന്ന് അവിടുന്ന് റീട്രേസ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് സെല്ലിങ് ട്രൈ ചെയ്യുക എന്നുള്ളത്. ഞാനത് ഒരുപാട് തവണ അങ്ങനെ സെല്ലിങ് ട്രൈ ചെയ്തിട്ടുണ്ട്. XL പോവാറുണ്ട്, പക്ഷേ അത് പാർട്ട് ഓഫ് ദി പ്രോസസ്സാണ്. പക്ഷേ ഞാൻ പറയാറുള്ളത് വെയിറ്റ് ചെയ്താൽ ബൈയിങ് പോവാം. അത് വിഷയം കറക്റ്റാണ്. അത് നീ അവിടുന്ന് റിജക്ഷൻ എടുത്ത സ്ഥിതിക്ക് എന്തായാലും അവിടെ സപ്ലൈ സോണായി, സെല്ലിംഗ് സോണായി, പിന്നെ അവിടുന്ന് നേരെ എന്തായാലും ഡിമാൻഡിലാണ് വരിക, അല്ലേ? അതെ, എക്സാക്ട്ലി. ഏരിയ നിനക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. അതാണ് അത് ബുദ്ധിപരമായിട്ട് അങ്ങനെ ചെയ്യേണ്ടത്. സലാഹു ഷാ അത് ഞാൻ ഇപ്പോഴൊന്നും തീരുമാനിച്ചിട്ടില്ല ഫുൾ ടൈമിനെ കുറിച്ചിട്ട്. ഞാൻ എനിക്കിത് ചോദിച്ചപ്പോൾ ഞാൻ എന്താ മറുപടി കൊടുത്തറിയോ ഗൈസ്, ഇത് ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയാണ്. എൻ്റെ ഒരു 1 ഇയറിലെ നമ്മളെ സാലറി ഉണ്ടാവില്ലേ, ഒരു 1 ഇയറിലെ സാലറി, അതൊരു 1 മന്തിൽ നമുക്ക് ഏണിങ് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് വരില്ലേ? അതായത് കണ്ടിന്യൂസ് ആയിട്ട് ആ 1 ഇയറിലെ സാലറി എനിക്ക് 1 മന്ത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളതാണ്, ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ആരും ഫുൾ ടൈം ട്രേഡർ എന്നുള്ള സംഭവം മനസ്സിൽ നിന്ന് ഒഴിവാക്കുക.
എന്താന്ന് വെച്ചാൽ മാർക്കറ്റ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിക്കൊണ്ടിരിക്കും. മാർക്കറ്റ് ചില സമയത്ത് നിങ്ങൾക്ക് റിവാർഡ് തന്നുകൊണ്ടിരിക്കും, ചില മന്തിൽ നിങ്ങൾ അടിച്ച് ഇതാക്കി കളയും. അതായത് മെൻ്റലി നിങ്ങളെ ഫ്രസ്ട്രേഷനിലോട്ട് കൊണ്ടുപോയിട്ട് അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും ഞാൻ എന്തിനാണ് ഈ ട്രേഡിങ് ചെയ്യാൻ തുടങ്ങിയത്, വേണ്ടില്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന അവസരമല്ലേ. ആ സമയത്ത് നിങ്ങൾ പിടിച്ച് നിൽക്കണമെങ്കിൽ എന്ത് വേണം, എന്തെങ്കിലും ഒരു ഇൻകം വേണം. അപ്പോൾ എന്തായി, നിങ്ങൾക്ക് ഇമോഷണലി ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും, നിങ്ങൾ പിടിച്ച് നിൽക്കാൻ പറ്റും. അതല്ല, നിങ്ങൾ ഓൾറെഡി ഓക്കെ സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻകം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്. അതായത് ഞാൻ എങ്ങനെ ചെയ്യും, ഞാൻ കാണുന്ന വ്യൂ എന്താണ്, ഒരു 1 ഇയർ സാലറി, നമ്മളെ 1 ഇയറിൽ കിട്ടുന്ന സാലറി നമുക്കൊരു 1 മന്ത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റേജിലോട്ട് മാറി അത് കൺസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ വൈ നോട്ട് ക്വിറ്റ് ജോബ്. നഹാസ് ഇബ്രാഹിം, പിന്നെ ആരാ? ആ ഞാൻ അപ്പം എനിക്ക് ഞാൻ പോണം, എനിക്ക് ഇറ്റ്സ് ഓക്കെ ബ്രോ. ഷുവർ നമ്മൾ സൂൺ ഇത് എൻ്റെ ചെയ്യും. wait for your live sessions and Sure. I'll try to watch all the other ones as well. Thank you so much. All the best. Thank you for joining, bro. Yes. Thanks. സലാഹു ഷാ, പറഞ്ഞു. ഫുൾ സപ്പോർട്ട്. യൂട്യൂബ് അങ്ങനത്തെ നല്ല നല്ല സത്യം പറഞ്ഞു തരുന്ന ട്രേഡേഴ്സ് കുറവാണ്. എല്ലാരും ഗ്രീഡിയ കച്ചവടം ചെയ്യുന്നത്. താങ്ക് യു ഗൈസ്. താങ്ക് യു. ഓണസ്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ലൈവ് ട്രേഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. വെരി ഗുഡ്. താങ്ക് യു സുഹാസ്. താങ്ക് യു. സലാഹു ഷാ, എന്തായിരുന്നു ബ്രോ? ബ്രോ, പിന്നെ എനിക്കൊരു സംശയമാണ്. പറഞ്ഞോ. നമ്മള് ബിസിനസ്സിനിപ്പോ ബ്രോ ചെയ്യണ പോലെ ഈ ലീവറേജ് കൂട്ടിട്ട് ചെയ്യണതില് റിസ്ക് ഉണ്ടോ? അപ്പൊ നമ്മളൊരു ഒരു $100 എടുത്ത് 3 ഫിൻ ചെയ്യുമ്പോ 2 സംതിങ് അങ്ങനെ ഡോളറൊക്കെ കിട്ടും. പക്ഷെ ബ്രോന്റെ ഇതില് $6 അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ബ്രോ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല എൻ്റെ ലീവറേജ് എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളെ ഈ പൈസ കാണുമ്പോൾ ഉള്ളൊരു ഇമോഷൻസ് ഇല്ലേ, അത് ഭയങ്കര ഡേഞ്ചറാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു സ്റ്റേജ് വരും, അതായത് ബ്രോ ഇപ്പോൾ ബിഗിനിങ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പൈസനോടുള്ള അറ്റാച്ച്മെൻറ്റ് മാറുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതായത് ഈ പൈസ കാണുമ്പം ട്രിഗർ ആവും നമ്മളെ മൈൻഡ്. ഓക്കെ ഞാനിത് ഏർലി ബുക്കിംഗ് വരും. അതായത് ഏർലി ബുക്ക് ചെയ്യും. $10 ആണെങ്കിലും ശരി, ഇപ്പം നമ്മളെ SL കൊടുക്കുന്ന, ഞാൻ SL കൊടുക്കുന്ന $10 ആണെന്ന് കരുതുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വിചാരിക്കുന്ന $20 ആണെന്ന് കരുതുക. പക്ഷേ ചില ആളുകൾക്ക് ഈ $10 പ്രോഫിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും, $10 വലിയ എമൗണ്ടാണ്, 1000 രൂപൻ്റെ അടുത്തല്ലേ, അപ്പോൾ നമ്മളത് ബുക്ക് ചെയ്യും, ഇമ്മീഡിയറ്റ്ലി ബുക്ക് ചെയ്യും. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ബുക്ക് ചെയ്യുന്നത്? അവർ സ്റ്റേബിൾ അല്ല, ആ മണി മൈൻഡിലുണ്ട്. അത് മാറുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബ്രോന് ആ ഒരു മണി മൈൻഡ് സെറ്റ് മാറുകയാണെന്നുണ്ടെങ്കിൽ, അതിനോട് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഗോ വിത്ത് ഹൈ ലീവറേജ്. പക്ഷേ പ്രോസസ്സിൽ ഫോളോ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ആ ഹൈ ലിവറേജിൽ ട്രേഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ബ്ലോ ചെയ്ത് കളയുക, അക്കൗണ്ട് ഇമ്മീഡിയറ്റ് ബ്ലോ ആവും. യൂട്യൂബ് പ്ലേലിസ്റ്റ് ഉണ്ട് ബ്രോ. അതെന്താ വെച്ചാലേ, നീ $10 ഇട്ട് തുടങ്ങിയത് ഭയങ്കര റിസ്ക് ആണ്. അതാണ് ആൾക്കാർ പറയുന്നത്. റിസ്ക് ആണ്. മിനിമം ഡീസന്റ് ക്യാപിറ്റൽ പറയണത് ഒരു 200 അല്ലെങ്കിൽ 500 ആണ്. സത്യമാണ്. റെക്കമെൻഡ് ചെയ്യാൻ പാടുള്ളൂ. സത്യം. ഏത് സമയം അത് ബ്ലോ ആയി പോകും. സത്യമാണ്. പക്ഷെ ഏറ്റവും ലോ ലീവറേജ് ഇല്ലേ, ഇപ്പം ഞാൻ പറയാറുള്ളത്, ഇപ്പം ബിഗിനേഴ്സിനോട് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ ഡോളറിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരു റീലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വലിയ എമൗണ്ട് ഇടാതിരിക്കുക എന്ന് പറഞ്ഞത്. കാരണം എനിക്ക് ഏറെക്കുറെ, ഞാനിത് എല്ലാവരും ഇങ്ങനെ അടിച്ചമർത്തി ഇതാക്കല്ല, ഏറെക്കുറെ എനിക്ക് അറിയാം ബിഗിനേഴ്സ് എല്ലാവരും വാഷ് ഔട്ട് ചെയ്യുന്ന അക്കൗണ്ട്. അപ്പോൾ അവർ വാഷ് ഔട്ട് ചെയ്യുന്ന എമൗണ്ട് വളരെ ചെറുതായിക്കോട്ടെ എന്ന് കരുതിയിട്ട്, അതായത് നിങ്ങൾ അക്കൗണ്ട് ബ്ലോ ചെയ്ത് കളയാൻ പോകുന്ന ഒരാളോട് വലിയ എമൗണ്ട് ഇട്ടിട്ട് നിങ്ങൾ ഒരു $100 അല്ലെങ്കിൽ $100 ചിലവർക്ക് വലിയ എമൗണ്ട് ആവാം, ചിലവർക്ക് $50 ഓക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചെറിയ എമൗണ്ട് മാത്രം ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക, വളരെ ചെറിയ ലീവറേജിൽ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ബിഗിനിങ്ങിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ലീവറേജ് പണ്ടൊക്കെ എടുത്തിട്ട് ഒരൊറ്റ ട്രേഡിൽ അപ്പം തന്നെ കളയും $10. കാരണം $10 അത്രയും ചെറിയ എമൗണ്ടാണ്. പ്രത്യേകിച്ച് ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ $10 വളരെ ചെറുതാണ്. സോ ഗൈസ്, സജീദ് പറ. ഇപ്പൊ നമ്മള് ഫുൾ ടൈം ട്രേഡർ ആയിരിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫാമിലി നോക്കുന്ന ഒരു ജോലിക്ക് പോകുന്ന ഒരാളാണ്. 9 മണി എനിക്ക് ജോലിയുണ്ട്. പിന്നെ ഞാൻ
എനിക്ക് 2 മണിക്കൂർ മോർണിംഗിൽ ട്രാവൽ ചെയ്യണം, ഈവനിങ്ങിൽ അതുപോലെ തന്നെ 2 മണിക്കൂർ. അങ്ങനെ ശരിക്കും 10-13 മണിക്കൂറോളം ജോലി ചെയ്യുന്നവരാണ്. ഓക്കെ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം കുറച്ച് 2-3 ദിവസം മുമ്പാണ് ബ്രോന്റെ ഇത് കണ്ടു തുടങ്ങിയത്. ഓക്കെ അപ്പൊ മുമ്പ് പ്രവാസിയായിരുന്നു, ഇപ്പൊ നാട്ടിലാണ് ഉള്ളത്. ഓക്കെ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഏത് രീതിയിലുള്ള ഓപ്ഷൻ ആയിരിക്കും നല്ലത് എന്നുള്ളത് നേരത്തെ ബ്രോ പറയുന്നുണ്ടായിരുന്നു ഒരു 15 മിനിറ്റ്സിന്റെ ഒക്കെ കാര്യം. ഓക്കെ ആ പറ്റി എനിക്കൊരു ധാരണ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതൽ ചോദിക്കുന്നത്. ഓക്കെ ബ്രോ പറ്റുന്നത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാനിത് എന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല ബ്രോ. ഞാൻ ചെയ്തിട്ടുള്ള ട്രേഡ് ഇല്ലേ, ഫസ്റ്റ് ബിഗിനിങ് സ്റ്റാർട്ടിങ് തൊട്ടിട്ടുള്ള കുറച്ച് ട്രേഡ്സ് അറ്റ്ലീസ്റ്റ് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ പല ആളുകളും നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ പേര്. കാര്യമാണ്. ഓക്കെ ഓക്കെ അതിന്റെ ഈ ഒരു ലൈഫ് സെക്ഷൻ ചോദിക്കാൻ പറ്റുന്ന ഒരു അവസരം വന്നപ്പോൾ ഞാൻ ചോദിച്ചത്. ഓക്കെ ഇത് ഞാൻ പറഞ്ഞുതരാം. നല്ല കാര്യമാണ് ചോദിച്ചത്. ബ്രോൻ്റെ അതേപോലെ തന്നെ ഫാമിലി ആയിട്ടും പിന്നെ വർക്കൊക്കെ ആയിട്ടുള്ള കുറേ ബിസി ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവർക്ക് സമയം എങ്ങനെ കണ്ടെത്തുക. അപ്പം ഞാൻ എൻ്റെ ഒരു ഇത് ഇപ്പം ഞാൻ ബ്രോയുടെ സാഹചര്യത്തിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാം. ഇപ്പം ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് അടുത്ത മാസം. എനിക്ക് കുട്ടികളുണ്ട്, എനിക്ക് വൈഫുണ്ട്, എനിക്ക് ഫാമിലി ഉണ്ട്. ഉപ്പക്ക് വയ്യ, തളർന്ന് കിടക്കുന്ന ഉപ്പയാണ്. അപ്പോൾ ഉപ്പനെ കുളിപ്പിച്ച് കൊടുക്കുന്നത് പോലും ഞാനാണ് നാട്ടിലെത്തിയത്. ഞാൻ ഹോണസ്റ്റ് ആയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ടൈം എല്ലാം ലിമിറ്റ് ആവും. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ എന്താ ചെയ്യാറ് അറിയോ, അതും എൻ്റെ ഒരു ബിസിനസ് സെറ്റപ്പ് പോലെയാണ് ഞാൻ കാണാറ്. ഞാൻ ഒരിക്കലും മൊബൈലിൽ ട്രേഡ് പഞ്ച് ചെയ്യാറില്ല. മൊബൈലിൽ എനിക്ക് വേണമെങ്കിൽ ട്രേഡിംഗ് വ്യൂ ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ മൊബൈലിൽ പഞ്ച് ചെയ്യാം ട്രേഡ്, എന്തെങ്കിലും സാഹചര്യത്തിൻ്റെ ഇടയിൽ. അത് ഭയങ്കര എന്താ പറയുക, നമ്മൾ സ്റ്റാബിൾ അല്ല. അത് ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അക്കൗണ്ട് വെറുതെ ഇങ്ങനെ സെല്ല് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ബെറ്റർ എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് സെറ്റപ്പ് ഇപ്പം മുകളിലത്തെ റൂമിൽ ഞാനിങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, ഒരു സിസ്റ്റം ഒരു മോണിറ്ററൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് റെസ്പെക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യും, അതായത് വർക്കൊക്കെ കഴിഞ്ഞ് ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഈ എല്ലാ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നമുക്ക് ഓക്കെ ഞാൻ വർക്ക് ചെയ്യാൻ പോവാണെന്ന് പറയാം. ഫാമിലിൻ്റെ അടുത്ത് പറയും ഞാൻ വർക്ക് ചെയ്യാണ്, 1 മണിക്കൂർ എനിക്ക് സമയം വേണം. 1 മണിക്കൂറാണ് സമയമെങ്കിൽ ആ 1 മണിക്കൂർ ഡിഫൈൻ ചെയ്യുക. അത് രാത്രി ഏത് സമയത്താണ് ഇരിക്കാൻ പറ്റുക, ആ സമയത്ത് ഫോക്കസ് ചെയ്തിരിക്കുക. അതിൽ ചാർട്ട് എസ്റ്റിമേഷനും കാര്യങ്ങളൊക്കെ ഒരു 10 മിനിറ്റ് എസ്റ്റിമേഷൻ ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി പോയിട്ട് എൻ്റർ ചെയ്യാതിരിക്കുക. 10 മിനിറ്റ് എസ്റ്റിമേഷൻ ചെയ്യുക. ഓക്കെ ഇവിടാണ് മാർക്കറ്റ്, ഇത് ഇവിടോട്ട് വരുമ്പോൾ ഞാൻ ട്രേഡ് എൻ്റർ ചെയ്യും. എന്നിട്ട് റെസ്പെക്റ്റ് ചെയ്ത് കുറുക്കൻ്റെ പോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ട്രേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഫ് കോഴ്സ് ബ്രോ, അതെല്ലാം ആ ഒരു ഹവറിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് പല മൂവ്മെൻറ്റ്സ് തരും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയാൽ തന്നെ മതി. സോ എനിത്തിങ് എൽസ് ഗൈസ്, എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ സ്ട്രീം ഇപ്പോൾ ഞാൻ കുറച്ച് ടൈം എക്സീഡ് ആയിപ്പോയി, വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയമായി. നമുക്ക് വേണമെങ്കിൽ ഒരു ഇത് ചെയ്യാം. അതായത് ഞാൻ ഒരൊറ്റ മീറ്റിംഗ് കൂടെ ആഡ് ആക്കിയിട്ട്, കാരണം ഇതിപ്പം കോൾ എൻഡ് സൂൺ എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ ആഡ് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ എസ്റ്റിമേഷൻ മാത്രം നോക്കാം. അതായത് നമുക്ക് മാർക്ക് ചെയ്യാം, സോൺസ് മാർക്ക് ചെയ്യാം. ഒരൊറ്റ ഇതും കൂടെ ഉണ്ടാക്കിയിട്ട് ഒരു ലൈവ് സെഷനും കൂടെ ഉണ്ടാക്കട്ടെ. അതായത് ഒരു മീറ്റിംഗ് സെഷനും കൂടെ ഉണ്ടാക്കിയിട്ട് അതിൽ ഞാൻ ടെലിഗ്രാമിൽ ആഡ് ചെയ്യാം. ടെലിഗ്രാമിൽ ഒന്നുകൂടെ വിടാം Gmeetൻ്റെ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് എസ്റ്റിമേഷൻ മാത്രം നോക്കാം. ഓക്കെ അല്ലേ ഗൈസ്? ഇത് എൻ്റെ ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യില്ലേ? മാർക്കറ്റ് എസ്റ്റിമേഷൻ മാത്രം നോക്കാൻ. ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ എൻഡ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഒരൊറ്റ ലൈവ് കൂടെ ചെയ്യാം. See you guys.